കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഏകദേശം ഒരു 3-3.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നത്. അതുതന്നെ ആയിരക്കണക്കിന് രോഗികൾ നിത്യേന എത്തുന്ന ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പല കെട്ടിടങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇവിടേക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പോലും ഇല്ല എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ആരോഗ്യ മേഖലയുടെ പരിപൂർണമായ പരാജയമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എത്തുന്ന രോഗികൾക്ക് കൃത്യമായി ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഏകദേശം 52ഓളം ഡോക്ടർമാരുടെ കുറവുകളുണ്ട്. ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ രോഗി കയ്യിൽ നിന്ന് കാശ് മുടക്കണം. എന്തിനു വേണ്ടിയാണ്? ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർ ഉപയോഗിക്കേണ്ട ഗൗണിൻ്റെയും ഗ്ലൗസിൻ്റെയും ടവലിൻ്റെയും ഈവൻ ടേപ്ലറിൻ്റെ വരെ പൈസ രോഗി ചെലവഴിച്ചാൽ മാത്രമാണ് ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾക്ക് ഇവിടെ എത്തുന്ന രോഗികളെ എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സംഭവം ഉണ്ടായി ഉടനെ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഇവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല, ഇത് ഉപയോഗശൂന്യമായ പ്രദേശമാണ്. ഉപയോഗശൂന്യമായ ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്നില്ലാത്ത ഒരു ടോയ്ലറ്റിൽ നിന്ന് ഇപ്പോൾ ഒരു മൃതശരീരം ലഭ്യമായിരിക്കുകയാണ്. അപ്പോൾ ഈ പാടുകളിൽ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആയവർ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ സംഭവം പറഞ്ഞു കേട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശരിക്കും ജനങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കുന്ന ആരോഗ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും എതിരെ കേസെടുക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം നൂറുകണക്കിന് ആളുകളുള്ള ഒരു പ്രദേശം ഇടിഞ്ഞു വീണ് അതിൻ്റെ ഉള്ളിൽ ആൾ പെട്ടുപോയ സമയത്ത് ഉപയോഗിക്കുന്നില്ലായിരുന്നു, ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. 1000 കോടി രൂപ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മുടക്കി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോൾ അത് ആരോഗ്യ മേഖലയിൽ എന്തിനു വേണ്ടിയാണ്, എവിടെയാണ് മുടക്കിയിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി തയ്യാറാവണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും 150 കോടിയിലധികം രൂപ മരുന്ന് കമ്പനികൾക്കും മറ്റേ സർജിക്കൽ ഗ്ലൗസ് ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്ന കമ്പനികൾക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ട് എന്ന് ഇരിക്കെ ഈ 1000 കോടി രൂപയുടെ വികസനം ആരോഗ്യ മേഖലയിൽ എവിടെയാണ് ചെയ്തിരിക്കുന്നത്? ശരിക്കും നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന ആരോഗ്യ വകുപ്പിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതികൾ പ്രകാരമുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലും കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഏറ്റവും വലിയ അനീതി ജനങ്ങളോടുള്ള. കാരണം 3-4 ജില്ലകളിൽ നിന്ന് ആളുകളുടെ ആശ്രയമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്.